സംസ്കൃത സർവകലാശാലയിൽ അധ്യാപക നിയമനത്തിലടക്കം വൻ ധൂർത്തെന്ന് CAG റിപ്പോർട്ട്. 4 വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യാപകൻ എന്ന നിലയിലാണ് നിയമനങ്ങൾ നടന്നിരിക്കുന്നത്. സർവകലാശാലയിൽ ആകെയുള്ള 1400 വിദ്യാർത്ഥികൾക്കായി 295 അധ്യാപകരാണ് സർവകലാശാലയിൽ ഉള്ളത്. ഗസ്റ്റ് അധ്യാപക നിയമനങ്ങൾക്ക് സർക്കാരിന്റെ അനുമതി ഇല്ല എന്നും ഗവേഷക വിദ്യാർത്ഥി പ്രവേശനത്തിൽ വ്യാപക ക്രമക്കേടെന്നും റിപ്പോർട്ടിൽ പരാമർശം ഉണ്ട്. ജനം ബ്രേക്കിംഗ്. ശാലിനിയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശാലിനി, 4 വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യാപകൻ, വല്ലാത്ത ഒരു കണക്ക് തന്നെയാണ്. സാധാരണ ഈ അധ്യാപകരുടെ ഒരു കുറവ് എന്ന രീതിയിൽ വാർത്തകൾ വരുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് വല്ലാത്ത ഒരു ധൂർത്ത് തന്നെയാണ്. ഗസ്റ്റ് അധ്യാപക നിയമനത്തിനൊന്നും അനുമതി പോലും ഇല്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ CAG റിപ്പോർട്ടിൽ അക്കമിട്ട് നിരത്തുന്നു? രാഖി, ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളാണ് കാലടി സംസ്കൃത സർവകലാശാലയിലെ ചില ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്നത്. CAG കണ്ടെത്തിയിട്ടുള്ള കണ്ടെത്തലുകൾ ഗുരുതരമാണ് എന്നുള്ളതാണ്. 4 വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യാപകർ എന്ന നിലയിലേക്ക് നമ്മൾ പല സർവകലാശാലകളിലും അധ്യാപകരുടെ ഷോർട്ടേജ് കണ്ടിട്ടുണ്ട്, ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നതും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ 4 വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു അധ്യാപകരെ നിയമിക്കുന്നതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള ലംഘനങ്ങൾ, ഗുരുതരമായിട്ട് പണം ചിലവാക്കുന്ന രീതി, അതൊക്കെയാണ് ഇപ്പോൾ CAG കണ്ടെത്തിയിട്ടുള്ളത്. അതായത് കൃത്യമായി ശമ്പളം, ഒപ്പം തന്നെ വിരമിച്ചവർക്ക് പെൻഷൻ, കൂടാതെ തന്നെ ബിരുദ സമ്മേളനം, കോൺവെക്കേഷൻ അടക്കം നടത്താൻ പണമില്ല എന്ന് പറയുമ്പോഴാണ് നിവൃത്തിയില്ലാതെ നട്ടം തിരിയുന്ന ഒരു സർവകലാശാല ഇത്തരത്തിൽ പണം കൈയിഴിഞ്ഞ് അല്ലെങ്കിൽ അമിതമായി ചെലവാക്കുന്ന മറ്റ് ചില രീതികൾ ഇപ്പോൾ CAG കണ്ടെത്തിയിട്ടുള്ളത്. അതായത് 136 സ്ഥിരം അധ്യാപകരുള്ളപ്പോഴാണ് ഏകദേശം 20% ഗസ്റ്റ് അധ്യാപകർ, അതായത് 23 പേരെ മാത്രം നിയമിക്കാമെന്ന് ചട്ടമുള്ളപ്പോൾ സർക്കാരിന്റെ അനുമതി ഒന്നും തന്നെ കൂടാതെ 159 അധ്യാപകരെ അവിടെ അനധികൃതമായി നിയമിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് CAG കണ്ടെത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ 1400 വിദ്യാർത്ഥികൾ മാത്രം പഠിക്കുന്ന ഒരു സർവകലാശാലയിലാണെങ്കിൽ 295 അധ്യാപകരാണ് ഉള്ളത്. അതായത് പണത്തിന്റെ ഒരു വലിയ ശതമാനം ഒഴുകി പോകുന്നത് ഈ വഴിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ CAG കണ്ടെത്തിയിട്ടുള്ളത്. കൂടാതെ തന്നെ 9 പ്രൊഫസർ തസ്തികകളിൽ 43 പേരെയും, കൂടാതെ തന്നെ 16 അസോസിയേറ്റ് പ്രൊഫസർ തസ്തികകൾ 25 പേരെയും നിയമിച്ചിട്ട് ഉള്ളതായിട്ടാണ് ഇപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത്. കൂടാതെ തന്നെ 4 വിദ്യാർത്ഥികൾക്ക്, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു അധ്യാപകൻ എന്ന നിലയിലാണ് ഇവിടെ ഉള്ളത്. 20 വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യാപകൻ എന്ന തോതിൽ മറ്റ് സർവകലാശാലകളിൽ അധ്യാപകരെ നിയമിക്കുമ്പോഴാണ് കാലടി സംസ്കൃത സർവകലാശാലയിൽ ആവശ്യത്തിലേറെയുള്ള അധ്യാപക നിയമനങ്ങൾ, പിൻവാതിൽ നിയമനങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത്. അത് മാത്രമല്ല, അധ്യാപകരുടെ എണ്ണക്കുറവ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് 21 സ്ഥിരം അധ്യാപകരെ കൂടി നിയമിക്കണമെന്ന ഒരു തീരുമാനം, അത് സിൻഡിക്കേറ്റിന്റെ തിരക്കിട്ട നീക്കം കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഗവർണർ, ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ തടയുകയും ചെയ്തത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ CAG റിപ്പോർട്ടിന്റെ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തൽ കൂടി പുറത്തു വരുന്നത്. കൂടാതെ തന്നെ 2015-17 കാലയളവിൽ ഗവേഷണത്തിന് രജിസ്റ്റർ ചെയ്ത 1.5 കോടി രൂപ അത് ഫെലോഷിപ്പായി കൈപ്പറ്റിയ ഗവേഷക വിദ്യാർത്ഥികൾ ഇത്രയധികം വർഷം കഴിഞ്ഞിട്ടും അവരുടെ ഗവേഷണ പ്രബന്ധം സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതും ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുകയാണ്. അതായത് ഇടത് അനുകൂല സംഘടനയിലെ പ്രതിനിധികൾ അടക്കമുള്ളവർ ഈ ഒരു ഫെലോഷിപ്പ് വാങ്ങിയിട്ടുണ്ട്. 1.5 കോടി എന്ന് പറയുമ്പോൾ അത് ചെറിയ തുകയല്ല. ആ പണം വാങ്ങിയതിന് ശേഷം ഫെലോഷിപ്പ് സമർപ്പിക്കാതെ ഒളിച്ചു നടക്കുന്നുണ്ട് ചിലർ എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ UGC ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ഗവേഷണ ഗൈഡുമാരെ അവിടെ നിയമിച്ചിട്ടുണ്ട് എന്നും CAG കണ്ടെത്തുന്നു. കൂടാതെ തന്നെ ഇത് സംബന്ധിച്ച ഫയലുകൾ ഓഡിറ്റ് വിഭാഗത്തിന് പരിശോധനയ്ക്ക് നൽകാൻ സർവകലാശാലയോട് ആവശ്യപ്പെട്ടിട്ടും അത് ഇതേവരെ നൽകിയിട്ടില്ല എന്നുള്ള ഗുരുതരമായിട്ടുള്ള കണ്ടെത്തൽ കൂടി CAG നടത്തുകയാണ്. കൂടാതെ തന്നെ വിവിധ പഠന വകുപ്പുകൾ, അതായത് യൂണിവേഴ്സിറ്റി അധികൃതർ വിസമ്മതിച്ചതോടുകൂടി മലയാളം ഉൾപ്പെടെയുള്ള പഠന വകുപ്പുകളിൽ വിജ്ഞാപനം ചെയ്തതിന്റെ ഇരട്ടി വിദ്യാർത്ഥികളെ ചട്ടവിരുദ്ധമായി അവിടെ PhDക്ക് രജിസ്റ്റർ ചെയ്യിപ്പിച്ച് ഫെലോഷിപ്പ് ഇനത്തിൽ അധിക സാമ്പത്തിക ചെലവ് ഉണ്ടാക്കിയതായും ഇപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുകയാണ്. ഒപ്പം തന്നെ മറ്റ് സർവകലാശാലകളിൽ നിന്ന് വിഭിന്നമായി സർക്കാർ അനുമതി കൂടാതെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെ പേരിലാണ് താൽക്കാലിക അധ്യാപകരെയും ജീവനക്കാരെയും ഇവിടെ നിയമിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ CAG കണ്ടെത്തുന്നത്. അതായത് ഒരു പിൻവാതിൽ നിയമനങ്ങൾ, ഒപ്പം തന്നെ ഇഷ്ടക്കാരെ തിരികെ കയറ്റാനുള്ള ഒരു കേന്ദ്രമാക്കി സർവകലാശാലയെ മാറ്റുക എന്നതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളാണ് ഇപ്പോൾ കാലടി സംസ്കൃത സർവകലാശാലയ്ക്കെതിരെ CAG കണ്ടെത്തിയിട്ടുള്ളത്. കൂടാതെ തന്നെ ഈ വിദ്യാർത്ഥികളുടെ എണ്ണത്തിന് ആനുപാതികമായി മാത്രമേ അധ്യാപകരെയും ജീവനക്കാരെയും നിയമിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ CAG റിപ്പോർട്ട് ഗൗരവമായി കാണണം. ഇതിൽ കൃത്യമായ നടപടികൾ വേണം. വിദ്യാർത്ഥി പ്രവേശന നടപടികൾ അക്കാദമിക് ഓഡിറ്റിന് വിധേയമാക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി കൂടി ഇപ്പോൾ ഗവർണർക്കും സർവകലാശാല VC മുൻപാകെ പരാതി
പരാതിയുമായി എത്തിയിട്ടുണ്ട്. എന്തായാലും മറ്റ് സർവകലാശാലകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ സംസ്കൃത സർവകലാശാലയിൽ നടക്കുന്നത് അടിമുടി ദുരൂഹമായിട്ടുള്ള പണയിടപാടുകളാണ് എന്നുള്ളതാണ് ഇപ്പോൾ CNAG കണ്ടെത്തുന്നത്. ഇതിൽ കൃത്യമായ നടപടിയും അന്വേഷണവും വേണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ ഗവർണർക്ക് മുൻപാകെ നിവേദനവുമായി എത്തിയിട്ടുള്ളത്. ഇനി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇക്കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് സർവകലാശാലകളിലെ വഴിവിട്ട ഇടപെടലുകൾ നടത്തുന്ന അധ്യാപകരെയും പ്രൊഫസർമാരെയും VC-മാരെയും ഒക്കെ എതിരെ കൃത്യമായ നടപടി സ്വീകരിച്ച ചാൻസലർ കൂടിയായ ഗവർണർ ഇക്കാര്യത്തിലും കൃത്യമായ നീക്കങ്ങൾ നടത്തുമെന്നുള്ളതാണ് നമുക്ക്. എന്തായാലും സംസ്കൃത സർവകലാശാലയിൽ നടക്കുന്ന വൻ ധൂർത്തിന്റെ വിവരങ്ങൾ അക്കമിട്ട് നിരത്തുകയാണ് CAG റിപ്പോർട്ട്. ശാലിനിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.